ആനക്കലിയിൽ 2 ജീവൻ പൊലിഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞു. രണ്ടാം പാപ്പാനെ കൊന്നത് വാഴ്വാടി കാശിനാഥൻ. അങ്കമാലിയിൽ മയ്യനാട് പാർത്ഥസാരഥിയുടെ ചവിട്ടേറ്റ് ഒരാൾ മരിച്ചു. ഭീതി പരത്തിയ കൊമ്പനെ തളച്ചു. വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടി കേന്ദ്ര സർക്കാർ. ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് 993 രൂപ. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. വില വർധനവിനെ ന്യായീകരിച്ച് സുരേഷ്. ലോകം മുഴുവനൊന്ന് അന്വേഷിക്കുക എവിടെയൊക്കെ എത്രയൊക്കെ കൂടിയെന്ന് അല്ലേ. നമ്മൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ. ജനഹിതമറിയാൻ ഇനി 2 നാൾ. പ്രതീക്ഷയോടെ മുന്നണികൾ. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് MA ബേബി. UDFന് മികച്ച വിജയമുണ്ടാകുമെന്ന് ഷിബു ബേബി ജോൺ. നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബ പ്രശ്നമെന്ന് വരുത്താൻ ശ്രമമെന്ന് പിതാവ്. അധ്യാപകനിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടതായി സഹോദരൻ. സഹപാഠികളുടെ ഫോൺ കോളേജ് അധികൃതർ വാങ്ങിവെച്ചതായും ദേവൻ. മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ആദ്യം നീ ചെയ്യൂലെന്നറിയാം, പക്ഷേ ചെയ്യുന്നവരെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, നീ കാണിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ നല്ലപോലെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് ക്ലാസ്സിൽ ചെന്നാലും ഇതിൻ്റെ ഈ ഒരു എന്തോ ഡ്രഗ്സിൻ്റെ പേര് പറഞ്ഞിട്ട് അവനെ അങ്ങനെ ചോദ്യം ചോദിക്കാൻ വേണ്ടി എണീറ്റ് നിർത്തിയാലും നീ അതല്ലേടാ എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് ഒരാൾ കൂടി മരിച്ചു. ജീവൻ നഷ്ടമായത് കൊല്ലം മൺറോത്തുരുത്ത് സ്വദേശി രാജേന്ദ്രന്. കടിയേറ്റത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി. കോതമംഗലത്ത് മരത്തിൽ നിന്ന് രാജവമ്പാലയെ പിടിച്ചു. അയവില്ലാതെ പശ്ചിമേഷ്യൻ സംഘർഷം. യുദ്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് ട്രംപ്. നോക്കി നിൽക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ്. ലബനനിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. നല്ല പിക്ചറായിരുന്നു, നല്ല മൂവിയാണ്. 1 മിനിറ്റ് ലാഗ് ഉണ്ടായില്ല. കാഴ്ചയുടെ വിസ്മയം തീർത്ത് പാട്രിയറ്റ് എത്തി. താരരാജാക്കന്മാരുടെ ചിത്രത്തിന് മികച്ച പ്രതികരണം. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തിയത് 18 വർഷങ്ങൾക്ക് ശേഷം. ആഘോഷമാക്കിയ ആരാധകർ.